നമസ്കാരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വിസിമാരെ കണ്ടെത്താനുള്ള സർക്കാർ ഗവർണർ തർക്കത്തിൽ അസാധാരണ ഇടപെടലുമായി സുപ്രീം കോടതി. വിസി നിയമനത്തിൽ ഇരുപക്ഷവും രണ്ട് ധ്രുവങ്ങളിൽ തുടരുന്നതിനിടയിലാണ് കോടതി ഇടപെട്ടത്. പ്രശ്നം പരിഹരിക്കാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. തങ്ങൾ നിയോഗിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് 5 പേരെ നിർദ്ദേശിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. സർക്കാരിനും ഗവർണർക്കും UGCക്കും പേരുകൾ നൽകാം. നാളെ പേരുകൾ നിർദ്ദേശിക്കണം. സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ നിന്ന് ഗവർണർ തിരഞ്ഞെടുപ്പ് നടത്തണം. സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ എന്തിനാണ് സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്ന് കോടതി ഗവർണറോട് ചോദിച്ചു. താൽക്കാലിക വിസിമാർക്കെതിരായ തർക്കം മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വിസിമാരുടെ പുനർനിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു വിമർശനം. UGC ചട്ടം അനുസരിച്ച് മാത്രമേ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സാധിക്കൂ എന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ എന്തിനാണ് തർക്കമെന്നും കോടതി ചോദിച്ചു. തർക്കം ഒഴിവാക്കിയില്ലെങ്കിൽ 5 അംഗ കമ്മിറ്റിയെ കോടതി നിയോഗിക്കുമെന്ന് ജസ്റ്റിസ് പർദിവാല വ്യക്തമാക്കി. നാളെ കേസ് വീണ്ടും പരിഗണിക്കും. ഗവർണർ ഏകപക്ഷീയമായാണ് താൽക്കാലിക വിസിമാരെ നിയമിച്ചതെന്നും ഇത് ചട്ടവിരുദ്ധമായതിനാൽ ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് കേരളം നൽകിയ ഹർജിയിൽ പറയുന്നത്. ഗവർണറുടെ ഭാഗത്തു നിന്ന് സഹകരണമില്ലെന്നാണ് സംസ്ഥാനം കോടതിയെ അറിയിച്ചത്. സഹകരണത്തിന് വേണ്ടി പരമാവധി ശ്രമിച്ചെന്ന് സംസ്ഥാനം അറിയിച്ചു. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ആർക്കാണ് അധികാരമെന്ന് കോടതി ചോദിച്ചു. സർക്കാരിനാണ് അധികാരമെന്ന് സർക്കാർ വാദിച്ചു. അങ്ങനെയാണ് ചട്ടങ്ങളിൽ കാണുന്നതെന്ന് കോടതിയും പറഞ്ഞു. തുടർന്നാണ് തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സെർച്ച് കമ്മിറ്റിയെ തങ്ങൾ നിയോഗിക്കാമെന്ന് കോടതി പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ തള്ളി സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച ഗവർണറുടെ നടപടി നിയമപരമായി ശരിയല്ലെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് സാങ്കേതിക സർവകലാശാല ആക്ടിന്റെ 13(7) വകുപ്പ് പ്രകാരവും ഡിജിറ്റൽ സർവകലാശാല ആക്ടിന്റെ 11(10) പ്രകാരവുമാണെന്നാണ് തങ്ങളുടെ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ നിലവിൽ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി വഷളാക്കരുതെന്ന് സുപ്രീം കോടതി അഭ്യർത്ഥിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമവും ഇല്ലെന്നാണ് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത്. നിലവിലെ ഗവർണറുടെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് സർക്കാർ വാദിച്ചത്. കേരള സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല വിസിമാരെ പുറത്താക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ നേരത്തെ ഗവർണർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. അന്ന് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങണമെന്ന് സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു.